ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യം നീങ്ങുമ്പോൾ പ്രധാന വിഷയമായി മാറുകയാണ് ഇലക്ട്രൽ ബോണ്ട്. എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട്? കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും സ്വന്തം മേൽവിലാസം മറച്ചുവെച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ട്. 2017 കേന്ദ്ര ബഡ്ജറ്റ് അവതരണ വേളയിൽ മുൻ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. ഇതിനായി ദ ഫിനാൻസ് ആക്ട്, ദ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട്, ദ കമ്പനി ആക്ട്, ദ ഇൻകം ടാക്സ് ആക്ട് എന്നീ ആക്ടുകൾ ഭേദഗതി ചെയ്തു. തൊട്ടു മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത് 1% കുറയാതെ വോട്ട് നേടിയ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാവുന്നതാണ്. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നിങ്ങനെയുള്ള ബോണ്ടുകളാണ് നിലവിലുണ്ടായിരുന്നത്. സംഭാവന എന്ന കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ 100% നികുതി ലഭിക്കുന്നതുമാണ്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ അവ പണമായി മാറ്റാത്ത പക്ഷം പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് പണം ഡയറക്റ്റായി ട്രാൻസ്ഫർ ആകുന്നതാണ്. 2024 ഫെബ്രുവരി 15 വരെയുള്ള കണക്കുകൾ പ്രകാരം 22,217 കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്. ഇത്രയും ബോണ്ടുകളിലൂടെ ലഭിക്കുന്നത് 12,769 കോടി രൂപയാണ്. അതിൽ 48% 6,060 കോടി രൂപയും ലഭിച്ചത് BJPക്കാണ്. തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച രണ്ടാമത്തെ പാർട്ടി. 1,609 കോടി രൂപയാണ് ലഭിച്ചത്. സാന്റിയാഗോ മാർട്ടിൻ ഉടമസ്ഥയിലുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ പണം സംഭാവനയായി കൊടുത്തത്. സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, പ്രിണമൽ എന്റർപ്രൈസസ്, സിപ്ല എന്നിവയാണ് ഇവയിൽ പ്രധാനികൾ. എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്? നിയമാനുസൃതമായ അഴിമതി എന്നതാണ് ഇലക്ട്രൽ ബോണ്ടിനെ വിമർശിക്കുന്നവർ പറയുന്നത്. ഏത് സോഴ്സിൽ നിന്നും പണം സ്വീകരിക്കാം എന്നതായിരുന്നു ഇതിനൊരു കാരണം. കോർപ്പറേറ്റുകളിൽ നിന്നും വലിയ തുക രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതിലൂടെ സർക്കാർ തീരുമാനങ്ങളെ വരെ ബാധിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. CPM അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കോമൺ കോസുമാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. ഈ ഹർജിയുടെ വാദം കേട്ടാണ് സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടത്.